നമസ്കാരം. 2026 കേരളത്തിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ശക്തമായ ഒരുക്കങ്ങളിലാണ് എല്ലാ മുന്നണികളും അതുപോലെ പാർട്ടികളും എന്ന് വേണമെങ്കിൽ പറയാം. LDF ആണെങ്കിൽ മൂന്നാം വട്ടവും തുടർ ഭരണത്തിലേക്ക് നടന്നു നീങ്ങുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അതായത് വീണ്ടും LDF തന്നെ ഭരിക്കും എന്നുള്ള പ്രഖ്യാപനവുമായാണ് LDF അല്ലെങ്കിൽ ഇടതുമുന്നണി മുന്നോട്ട് പോകുന്നത്. പിണറായി വിജയൻ തന്നെ നയിക്കും എന്നുള്ള വാർത്തകൾ അവർ ശക്തമാക്കുകയാണ്. തുടരും ഭരണം എന്നുള്ള രീതിയിലുള്ള ബൈലൈനിലാണ് ഇപ്പോൾ പ്രവർത്തനം ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നാലാം വാർഷികം, അതായത് രണ്ടാം പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷിക ആഘോഷങ്ങൾ അതിൻ്റെ മുന്നോടിയായിട്ടാണ് പലപ്പോഴും പല ഇടങ്ങളിലും പറഞ്ഞു കേൾക്കുന്നത്. ശക്തമായി തിരിച്ചടിച്ചുകൊണ്ട് ശക്തമായ ഒരു മുന്നേറ്റം കാഴ്ചവെക്കാൻ LDFന് കഴിയും എന്നുള്ള വിശ്വാസത്തിലാണ് ഇടതുമുന്നണി. UDF ആകട്ടെ അത്രമാത്രം പ്രതീക്ഷ ഇപ്പോൾ പുലർത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് പലപ്പോഴും പലയിടങ്ങളിൽ വെച്ച് മങ്ങലേറ്റിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ശക്തമായി തിരിച്ചടിക്കാനും 2026 തിരിച്ച് ഭരണത്തിലേക്ക് വരാനും കഴിയും എന്നുള്ള പ്രത്യാശയും പ്രതീക്ഷയുമൊക്കെ UDF കേന്ദ്രങ്ങളിൽ നിലനിന്നിരുന്നു. എന്നാൽ ഈ KPCC തർക്കവുമായി ബന്ധപ്പെട്ട് K. സുധാകരനെ മാറ്റിയതടക്കമുള്ള വിഷയങ്ങൾ വലിയ തോതിൽ തിരിച്ചടിയായി കോൺഗ്രസിനും UDFനും മാറും എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് UDFൻ്റെ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് K. സുധാകരനെ പകരമായിട്ട് മറ്റൊരാൾ വന്നാൽ അത് വലിയ തോതിൽ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് പല നേതാക്കളും നേരത്തെ തന്നെ സൂചന നൽകിയിരുന്നു. ഫോട്ടോ കണ്ടെങ്കിലും തിരിച്ചറിയാൻ കഴിയുന്ന ഒരു നേതാവായിരിക്കണം ഈ വരാൻ പോകുന്നത് എന്ന് ചില സൂചനകൾ മുൻ KPCC പ്രസിഡന്റ് K. മുരളീധരൻ അടക്കമുള്ളവർ നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത് അത്തരത്തിൽ യാതൊരു പരിചയവും യാതൊരു സമ്പർക്കവും ജനങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു KPCC പ്രസിഡന്റാണ് എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ ഈ കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് പോലും പുറത്തു വരുന്നത്. 3 വട്ടം MLA ആയി എന്നതൊഴിച്ചാൽ കോൺഗ്രസ് അംഗങ്ങളുടെ ഇടയിൽ പോലും വലിയ സ്വാധീനമോ വലിയ സമ്മർദ്ദതന്ത്രം പയറ്റാനുള്ള കഴിവോ ഇല്ലാത്ത ഒരു സീനിയർ നേതാവാണ് ഇദ്ദേഹം എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. മറ്റൊന്ന് UDF കൺവീനർ എന്ന നിലയിലേക്ക് അടൂർ പ്രകാശ് എത്തിയത് ചെറിയ തോതിലെങ്കിലും ആശ്വാസം പകരുന്നുണ്ട് എന്ന് UDF കേന്ദ്രങ്ങൾ പറയുന്നു. എന്നാൽ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 3-4 യുവതുർക്കികളെ പരിഗണിച്ചത് എന്തുകൊണ്ടും കോൺഗ്രസിലൊരു നേട്ടമാകും എന്നുള്ള വിശ്വാസം കോൺഗ്രസിൽ പല മേഖലകളിലും പങ്കുവയ്ക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു നിലയിലേക്ക് UDF മാറിയിട്ടുണ്ട്. നേരത്തെ ഈ KPCC പ്രസിഡന്റ് സ്ഥാനവുമായുള്ള തർക്കങ്ങൾ എത്രയും വേഗം അവസാനിപ്പിച്ചില്ലെങ്കിൽ മറ്റൊരു കാര്യത്തിലേക്ക് അല്ലെങ്കിൽ മറ്റു ചില ചിന്തകളിലേക്ക് കടക്കേണ്ടി വരുമെന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും അതുപോലെ തന്നെ മുസ്ലിം ലീഗും ശക്തമായ താക്കീത് UDFനും കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിനും നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ഉള്ള ഒരു തീരുമാനമെടുക്കുന്നതിലേക്കാണ് കോൺഗ്രസ് നീങ്ങിയത്. എന്നാൽ അത് അത്ര ശുഭകരമായിരുന്നില്ല ആ തീരുമാനം എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു. എന്നാൽ ഇവരൊക്കെ ഈ 2 മുന്നണികൾക്കും ബദലായിക്കൊണ്ട് BJP ശക്തമായ ഒരു മുന്നേറ്റം കേരളത്തിൽ സ്ഥാപിച്ചെടുക്കും എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. രാജീവ് ചന്ദ്രശേഖരൻ്റെ വരവോടുകൂടി വളരെ ശക്തമായ ഒരു മുന്നേറ്റം BJPക്ക് ഉണ്ടാകുമെന്നും വരാൻ പോകുന്ന 2026 തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടുന്ന ഒറ്റക്കക്ഷി എന്ന നിലയിൽ 2ാം സ്ഥാനത്തേക്ക് BJP എത്തുമെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതായത് LDF കഴിഞ്ഞാൽ LDFൽ CPM കഴിഞ്ഞാൽ 2ാം സ്ഥാനത്തേക്ക് BJP എത്തുമെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് നേർനിരയിലേക്ക് BJP കടക്കും എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നു. മുസ്ലിം ലീഗിനേക്കാളും അതുപോലെ തന്നെ കോൺഗ്രസിനേക്കാളും കൂടുതൽ സീറ്റുകൾ സമാഹരിച്ചുകൊണ്ട് കേരളത്തിലെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് BJP എത്തുമെന്നുള്ള ചില വാർത്തകളാണ് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ട് പുറത്തു വരുന്നത്. അത്തരത്തിലുള്ള ചില സർവേകൾ നടത്തിയ BJPയും മറ്റ് പല മാധ്യമങ്ങളും കേരളത്തിൽ പുറത്തുള്ള ചില മാധ്യമങ്ങൾ നടത്തിയ രഹസ്യ സർവേയിലാണ് ഇത്തരത്തിലുള്ള ചില കണ്ടെത്തലുകൾ വന്നിട്ടുള്ളത്. BJPയിൽ അതുകൊണ്ട് തന്നെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നതിന് വേണ്ടി രാജീവ് ചന്ദ്രശേഖർ അണികളുമായി സമ്പർക്കം, അതായത് വാർഡ് തലം മുതൽ ഉള്ള സമ്പർക്ക പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഈ അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പോടുകൂടി അത് കൂടുതൽ ശക്തമാക്കും. തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കമുള്ള മേഖലകളിൽ വലിയ സജീവമായ സാന്നിധ്യം ഭരണത്തിലേക്ക് എത്തുക എന്നത് തന്നെയാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ലക്ഷ്യമിടുന്നത്. അതിനായി പല വഴികളും അദ്ദേഹം ആലോചിക്കുന്നുണ്ട്. പുതിയ പരിഷ്കാരങ്ങൾ BJPയിൽ കൊണ്ടുവരാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു. എന്തായാലും വരാൻ പോകുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് 3 മുന്നണികൾക്കും, അതായത് UDFനും LDFനും അതേപോലെ തന്നെ BJPക്കും വലിയ നിർണായകമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. LDF തുടർ
തുടർഭരണം നേടുന്നതിന് വേണ്ടി ആഞ്ഞു ശ്രമിക്കുമ്പോൾ UDF ആണെങ്കിൽ വീണ്ടും ഭരണത്തിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. എന്നാൽ ശക്തമായ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് എത്താനുള്ള ഒരു മത്സരമാണ് ഇപ്പോൾ BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു. 30-നും 40-നും ഇടയ്ക്ക് മണ്ഡലങ്ങൾ കൈപ്പിടിയിലാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് BJP മുന്നോട്ട് പോകുന്നത്. അത് സാധ്യമാവുമോ എന്നുള്ള ചർച്ചകൾ വലിയ തോതിൽ പുരോഗമിക്കുന്നുണ്ട്. എന്തായാലും രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ വളരെ ശക്തമായ ഒരു നീക്കം BJP പ്രസിഡന്റ് ആയതോടുകൂടി നടത്തുന്നു എന്നതാണ് BJPയിൽ മൊത്തത്തിൽ ഒരു ഉണർവുണ്ടായിരിക്കുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അതിനുവേണ്ടി മോദിയുടെ സഹായം, അതായത് മോദി ഇനി വരാൻ പോകുന്ന മാസങ്ങളിൽ 2-3 വട്ടം പല കേന്ദ്രങ്ങളിൽ, പാലക്കാട് അടക്കമുള്ള കേന്ദ്രങ്ങളിൽ സന്ദർശിക്കും. അതുപോലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും കേരളത്തിലേക്ക് എത്തുന്നുണ്ട്. അത്തരത്തിൽ സുസജ്ജമായ ഒരു നീക്കത്തിലൂടെ കേരളത്തിൽ ശക്തമായ വേരോട്ടം ഉണ്ടാക്കിയെടുക്കുക എന്നത് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖറിലൂടെ BJPയും മോദിയും ഇപ്പോൾ ലക്ഷ്യമിടുന്നത്.